കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന അനിൽ അംബാനിയുടെ കമ്പനിയായ RCFL-ൽ KFC 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചുവെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. പലിശ സഹിതം 101 കോടി രൂപയാണ് നഷ്ടം വന്നത് എന്നാണ് ആരോപണം. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തള്ളി മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ ഐസക് വി ഡി സതീശന്റെ ആരോപണം ഉണ്ടയില്ല വെടിയാണെന്ന് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് 26/4/2018 അനിൽ അംബാനിയുടെ RCFL എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് 101 കോടി രൂപയാണ്. ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത് 101 കോടി രൂപ. വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ്. ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ധനകാര്യ വകുപ്പും ഈ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിമാരും ഒന്നും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ റിലയൻസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അഴിമതി സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടയില്ല വെടികളാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. വി ഡി സതീശൻ പറയുന്നത് ഏത് കുഞ്ഞുകുട്ടിക്ക് അറിയായിരുന്നു പൊളിയാൻ പോകുന്നതാണ്. നിങ്ങൾ അരുൺ സോളമനുണ്ട് വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഇപ്പോൾ തെളിവുകളുമായിട്ടാണോ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ എത്തിയത്? ഇപ്പോൾ തോമസ് ഐസക് പറയുന്നു ഉണ്ടയില്ല വെടിയെന്ന്. രംഗത്തെത്തിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടും 2018 ഈ റിലയൻസിന്റെ ഉടമയായിട്ടുള്ള അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള RCFL-ൽ KFC ഒരു നിക്ഷേപം നടത്തിയിരിക്കുകയാണ്. 60 കോടി 80 ലക്ഷം രൂപയാണ് ഈ നിക്ഷേപം നടത്തിയത്. ഇത് സംബന്ധിച്ച് പലപ്പോഴും നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഇതിന് മതിയായ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു നിക്ഷേപം സംസ്ഥാന സർക്കാർ നടത്തിയതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. 2015 മുതൽ തന്നെ അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടിരുന്നു. 2018 ഇത്തരത്തിൽ വലിയൊരു തുക നിക്ഷേപിക്കുന്നത്. 2019 ഈ സ്ഥാപനം പൂട്ടുന്നു. തുടർന്ന് തിരിച്ച് സംസ്ഥാന സർക്കാരിന് ഈ KFC-ക്ക് നൽകിയ തുകയെന്ന് പറയുന്നത് 7 കോടി 9 ലക്ഷം രൂപയാണ്. ഇതിനോടകം പലിശ സഹിതം 101 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ മറുപടി പറയണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇന്നിപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു ക്രമക്കേട് നടന്നപ്പോഴും മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇത് അറിഞ്ഞില്ലേ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ വി ഡി സതീശന്റെ ഈ ആക്ഷേപത്തെയും ആരോപണങ്ങളെയും ഒക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ